2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കരുമാലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർത്തുവെന്നാരോപിച്ച് 14-ാം വാർഡ് മെമ്പർ സൂസൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കരുമാലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർത്തുവെന്നാരോപിച്ച് 14-ാം വാർഡ് മെമ്പർ സൂസൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നടത്തിയ ഉപവാസ സമരം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. VK ഇബ്രാഹിം കുഞ്ഞ് ജനപ്രതിനിധിയായിരുന്ന 2011 മുതൽ 2021 വരെ 10 വർഷം അദ്ദേഹം വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച 300-ൽ പരം ഗ്രാമീണ റോഡുകളാണ് ഇപ്പോഴത്തെ MLAയും മന്ത്രിയുമായ P രാജീവ് 3 വർഷം കൊണ്ട് തകർത്ത് കളഞ്ഞെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ആദ്യം ചെയ്തിട്ട് വേണ്ടേ റോഡിൽ പോയിപ്പെടാൻ. ജലസംഭരണി കെട്ടാനോ അതിലൂടെ ടെൻഡർ വിളിക്കാനോ ഒന്നും ചെയ്യാതെ 2 വർഷക്കാലമായി ഈ റോഡുകൾ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കരുമാലൂർ പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു പദ്ധതിയല്ല. കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ എല്ലാ പഞ്ചായത്തുകളും അതിന് മുൻകൈയെടുത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത്രയും വേഗം ആ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള പിന്തുണ കൊടുക്കുക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഈ പഞ്ചായത്തുകൾ. ട്രീറ്റ്മെന്റിംഗ് പ്ലാന്റും ടാങ്കും ആദ്യം നിർമ്മിക്കാതെ അവസാനം നടക്കേണ്ട പൈപ്പിടൽ ആദ്യം നടത്തിയത്, പ്ലാന്റിന്റെയും ടാങ്കിന്റെയും പണി തുടങ്ങിയിട്ട് പോലുമില്ലാതെ പൈപ്പിന്റെ പണി ആദ്യം തുടങ്ങിയത് കമ്മീഷൻ അടിച്ചു മാറ്റാനാണെന്നും അതുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്നും KP ധനപാലൻ പറഞ്ഞു. 2022 പ്രതിപക്ഷ എതിർപ്പ് കാരണം ജലജീവൻ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശവും സിറ്റിംഗ് MLA ആയ വ്യവസായ വകുപ്പ് മന്ത്രി സമ്മർദ്ദവും കൊണ്ടാണ് പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. റോഡ് പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് പഞ്ചായത്തിൽ അഡ്വാൻസ് അടക്കണമെന്ന് പ്രതിപക്ഷ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് മന്ത്രിയുടെ ഉറപ്പിൽ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടാൻ ഭരണപക്ഷം അനുമതി നൽകിയതെന്നാണ് ആരോപണം. അന്ന് വെട്ടിപ്പൊളിച്ച റോഡുകളും റീസ്റ്റോറേഷൻ ചെയ്തപ്പോൾ തകർന്നുപോയ കാനകളും ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. പാർലമെന്ററി പാർട്ടി ലീഡർ MM അലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR നന്ദകുമാർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VA മുഹമ്മദ് അഷ്റഫ്, VK അബ്ദുൽ അസീസ്, സുനിൽ തിരുവല്ലൂർ, KM ജാഫർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബീന ബാബു, ബ്ലോക്ക് മെമ്പർ VP അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ M അബ്ദുൽസലാം, TA മുജീബ്, വാർഡ് മെമ്പർമാരായ K ജോസഫ്, GV പോൾസൻ, KM ലൈജു, നദിറ ബിരാൻ, CS സുനീർ, AM അബു, ബിനു അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് റിദിൻ കോബി, ജിജി സൈമൻ, അബ്ദുള്ള വയലക്കാട്, സൈഫുന്നിസ റഷീദ്, മോഹനൻ കുന്നത്ത്, അഡ്വക്കേറ്റ് സിയാവുദ്ദീൻ, E അജയ്കുമാർ, CV ദിലീപ് കുമാർ, അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.